പല രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുടെ റാലിയിലും പൊതുയോഗങ്ങളിലും പ്രതിഷേധിക്കുന്ന ആളുകൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ചും അത് മോദിയുടെയോ മറ്റ് BJP നേതാക്കളുടെയോ റാലികളിൽ ആരെങ്കിലും പ്രതിഷേധിച്ചാൽ പിന്നെ അവരുടെ ഭാവി തന്നെ ഇല്ലാതാകും എന്നുള്ളതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പ്രിയങ്ക ഗാന്ധിയുടെ റാലി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവരെ കേൾക്കാൻ എത്തിയവരുടെ ഇടയിൽ നിന്ന് പ്രതിഷേധിച്ചുകൊണ്ട് പ്ലാക്കാർഡ് ഉയർത്തിപ്പിടിച്ച് വന്ന യുവാവിന് സംഭവിച്ചത് എന്താണ് എന്ന് കാണുമ്പോഴാണ് വിവേകം ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമായി മനസ്സിലാകുന്നത്. ഈ റാലിയിൽ പ്രതിഷേധിച്ച യുവാവിന് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. ഇന്ത്യയുടെ നന്മയ്ക്ക് വേണ്ടി സത്യസന്ധമായി കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്ന ഈ ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബീഹാറിലെ ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രിയങ്ക ഗാന്ധി പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവിടെ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരു യുവാവ് പ്രതിഷേധ സ്വരം ഉയർത്തുകയും ഒരു പ്ലാക്കാർഡ് ഉയർത്തിപ്പിടിക്കുകയും ചെയ്തത്. സാധാരണയായി എന്താണ് ഇത്തരത്തിൽ പ്രതിഷേധിക്കുന്നവർക്ക് സംഭവിക്കുന്നത്? നമ്മൾ ന്യായമായും പ്രതീക്ഷിക്കും അവിടെ ഉണ്ടായിരുന്ന കോൺഗ്രസ് സപ്പോർട്ടേഴ്സായ ആൾക്കൂട്ടം ആ യുവാവിനെ തല്ലിച്ചതച്ച് പോലീസുകാരെ ഏൽപ്പിക്കും എന്ന്. മോദിയുടെ റാലിയിൽ ആരെങ്കിലും ഇതുപോലെ പ്രതിഷേധിക്കാൻ തയ്യാറായാൽ അവർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ. ജനപ്രതിനിധികളോട് ചോദ്യങ്ങൾ ചോദിക്കാനും അവർക്ക് മുന്നിൽ പ്രതിഷേധിക്കാനും ജനങ്ങൾക്ക് അവകാശമുണ്ട്. കാരണം ജനപ്രതിനിധികൾ ജനങ്ങളുടെ തൊഴിലാളികളാണ്. അവർക്ക് വേണ്ടി ജോലി ചെയ്യുന്നതിനു വേണ്ടി അവർ തിരഞ്ഞെടുത്തയച്ച ആളുകളാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ വിവേകം ഉള്ളവർ ആകണം. കോൺഗ്രസിന്റെ യൂട്യൂബ് ചാനൽ പുറത്തുവിട്ട ഈ വീഡിയോ ഇതുവരെ 1 മില്യണിൽ അധികം ആളുകളാണ് കണ്ടത്. സാധാരണ കോൺഗ്രസിന്റെ യൂട്യൂബ് ചാനലിലുള്ള വീഡിയോകൾക്ക് കാര്യമായ വ്യൂകൾ ലഭിക്കാറില്ല. രാഹുൽ ഗാന്ധിയുടെ ചാനലിലുള്ള വീഡിയോകൾക്കാണെങ്കിൽ വളരെയേറെ വ്യൂ ലഭിക്കും. അങ്ങനെയുള്ള അവസരത്തിലാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഈ വീഡിയോ വളരെ വൈറലാവുന്നത്. ഇതുവരെ ഞാനിത് റെക്കോർഡ് ചെയ്യുമ്പോൾ 1 മില്യണിലധികം 10.5 ലക്ഷം ആളുകൾ ഈ വീഡിയോ കണ്ടു എന്ന് പറഞ്ഞാൽ കാര്യം വ്യക്തമാകുമല്ലോ. ഇവിടെ പ്രിയങ്ക ഗാന്ധി സംസാരിക്കുമ്പോൾ ആ യുവാവ് പ്രതിഷേധിക്കുമ്പോൾ സംഭവിച്ചത് എന്താണ് എന്ന് വ്യക്തമായി കണ്ടുകൊള്ളൂ. इधर आओ, मेरे से बात करो, मुझे अपनी समस्या समझाओ. आओ, आ जाओ, आ जाओ, आ जाओ. ഇവിടെ വന്ന് എന്നോട് സംസാരിക്കൂ എന്ന് പറഞ്ഞ് പ്രിയങ്ക ഗാന്ധി ആ യുവാവിനെ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. താങ്കളുടെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി തരൂ, വരൂ, ഇവിടേക്ക് കടന്നു വരൂ. നിറഞ്ഞ ചിരിയോടെ ആ യുവാവിനെ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. എൻ്റെ അടുത്ത് വന്ന് നിങ്ങളുടെ പ്രശ്നം എന്താണ് എന്ന് എനിക്ക് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞ്. अरे मार क्यों नहीं इनको, इनसे कहिए आ जाओ, आ जाओ, आ जाओ, मैं बुला रही हूँ, आने दीजिए, आने दीजिए इन्हें. आ जाओ, आ जाओ बेटा, आ जाओ, शाबाश, आओ, ऊपर आओ. अरे कुछ नहीं आने, इधर आओ. അയാളെ മർദ്ദിക്കരുത്. അവരോട് പറയൂ, വരൂ വരൂ, സ്റ്റേജിലേക്ക് കടന്നു വരൂ, ഞാനാണ് വിളിക്കുന്നത്, അയാളെ ഇങ്ങോട്ട് കടന്നു വരാൻ അനുവദിക്കൂ. വരൂ വരൂ കുട്ടി, വരൂ, വളരെ നല്ല കാര്യം, വരൂ, മുകളിലേക്ക് വരൂ എന്ന് പറഞ്ഞ് കൈകൊണ്ട് അയാളെ മാടി വിളിക്കുകയാണ്. ഒരു പ്രശ്നവുമില്ല, ധൈര്യമായിട്ട് വരൂ, ഇവിടേക്ക് വരൂ. സ്റ്റേജിലേക്ക് കയറി വന്ന യുവാവ് പ്രിയങ്ക ഗാന്ധിയുടെ കാൽ തൊട്ട് വന്നിക്കുകയാണ്. नाम क्या है तुम्हारे? आसिफ खान. ये देखो, ये है आसिफ, ये बिहार का नौजवान है. लड़ के वहां से आया मुझे अपनी समस्या बताने के लिए. ये है बिहार का नौजवान जो अपने अस्तित्व को समझता है, अपने अधिकारों को समझता है, जो लड़ता है अपने अधिकारों के लिए, जो समझ रहा है कि इसके साथ क्या हो रहा है आज. അപ്പോൾ പ്രിയങ്ക ഗാന്ധി ചോദിക്കുകയാണ് പേരെന്താണ് എന്ന്. ആസിഫ് ഖാൻ എന്നാണ് പേർ. ഇത് നോക്കൂ, ഇതാണ് ആസിഫ്. ഇത് ബീഹാറിലെ യുവാവാണ്. എന്നോട് അദ്ദേഹത്തിന്റെ വിഷമം പറയുന്നതിനു വേണ്ടി പോരാടി അവിടുന്ന് വന്നതാണ്. ഇതാണ് ബീഹാറിന്റെ യുവത. സ്വന്തം അവകാശവും അസ്തിത്വവും മനസ്സിലാക്കുന്നവർ, സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നവർ. ഇന്ന് ഇവർക്കെതിരെ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കിയവൻ. അതിനുശേഷം വളരെ നേരം നിന്ന് ആ യുവാവിന് പറയാനുള്ളത് എന്താണ് എന്ന് കേൾക്കുകയാണ്. അതും മൈക്കിന് മുന്നിൽ നിന്നല്ല, മറിച്ച് നേരിട്ട് സ്വന്തം ചെവിയാലെ കേൾക്കുകയാണ്. വളരെ താല്പര്യപൂർവ്വം അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. ഇങ്ങനെയായിരിക്കണം രാഷ്ട്രീയ പ്രവർത്തകർ.
അവർ രാജാക്കന്മാരല്ല, മറിച്ച് ജനങ്ങളുടെ സേവകരാണ്. പിന്നീട് ആ യുവാവ് പറഞ്ഞത് എന്താണ് എന്ന് ആളുകളോട് പറയുകയാണ് പ്രിയങ്ക ഗാന്ധി. सुनिए, ये क्या बता रहे हैं मुझे कि इनके भाई ने नीट का एग्जाम दिया और उनके जैसे जो अभी एसएससी का एग्जाम, एसएससी का एग्जाम हुआ, उन्होंने काफ़ी नौजवानों ने वो एग्ज़ाम दिया और ये मुझे बता रहे हैं कि जिस तरह से रिजल्ट आ रहे हैं उससे दिख रहा है कि फिर से पेपर लीक हुआ है। कह रहे हैं कि जब प्रदर्शन करने गए, अपने अधिकार मांगने गए, तो इनको पुलिस ने पीटा, कि प्रशासन ने दबाने की कोशिश की। കേൾക്കൂ, എന്നോട് ഇദ്ദേഹം എന്താണ് പറഞ്ഞത് എന്ന്. അദ്ദേഹത്തിന്റെ സഹോദരൻ നീറ്റ് പരീക്ഷ എഴുതി. സഹോദരനെ പോലെ ഇദ്ദേഹവും SSC പരീക്ഷ എഴുതി. വളരെയേറെ യുവാക്കൾ ഈ പരീക്ഷകൾ എഴുതി. ഇദ്ദേഹം എന്നോട് പറയുകയാണ്, റിസൾട്ട് വരുന്ന രീതി കണ്ടിട്ട് വീണ്ടും പേപ്പർ ലീക്ക് നടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടതെന്ന്. പ്രതിഷേധിക്കാൻ പോയപ്പോൾ, സ്വന്തം അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി പോരാടിയപ്പോൾ പോലീസ് ഇദ്ദേഹത്തെ മർദ്ദിച്ചു. സർക്കാർ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു. जैसे यहाँ पे जब अपनी बात करने लगे तो आपने इनको रोका. ഇവിടെ അദ്ദേഹം സ്വന്തം കാര്യം പറയാൻ ആഗ്രഹിച്ചപ്പോൾ നിങ്ങളും ഇദ്ദേഹത്തെ തടയാൻ ശ്രമിച്ചു. അത് ആ യുവാവ് അവിടുന്ന് പ്രിയങ്ക ഗാന്ധിയോട് പറയുകയാണ്, അവിടെ എത്തിയ ആളുകളും അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതിൽ നിന്ന് തടയാൻ ശ്രമിച്ചു എന്ന്. സ്വന്തം ആളുകളോട്, സ്വന്തം സപ്പോർട്ടേഴ്സിനോട് പ്രിയങ്ക ഗാന്ധി പറയുകയാണ്, നിങ്ങൾ ഇദ്ദേഹത്തെ തടയാൻ ശ്രമിച്ചത് ശരിയായില്ല. ജനപ്രതിനിധികളോട് ജനങ്ങൾക്ക് അവരുടെ ആവലാതികൾ പറയാൻ, അവതരിപ്പിക്കാൻ അവകാശമുണ്ട്. അതിനെ ആരും തടയാൻ പാടില്ല എന്ന്. पुलिस वाले मेरे साथी हैं, आपकी गलती नहीं है, आपकी गलती नहीं है, आप अपनी ड्यूटी कर रहे हैं. आपको बताया गया है कि आपकी ड्यूटी जनता की आवाज को दबाना है, ये बताया गया है. क्योंकि आपकी सरकार है, वो ऐसी सरकार है जो जनता की आवाज सुनना नहीं चाहती है. പോലീസുകാർ എൻ്റെ സുഹൃത്തുക്കളാണ്. ഇത് നിങ്ങളുടെ തെറ്റല്ല, നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുന്നു. നിങ്ങളോട് പറഞ്ഞു വച്ചിരിക്കുന്നത് നിങ്ങളുടെ ഡ്യൂട്ടി ജനങ്ങളുടെ ശബ്ദം അടിച്ചമർത്തുന്നതാണ് എന്നാണ്. ഇങ്ങനെ നിങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചതിന്റെ പേരിലാണ് പോലീസുകാരായ നിങ്ങൾ ഈ യുവാവിനെ സ്വന്തം പ്രശ്നം ഉയർത്തുന്നതിൽ നിന്ന് തടയാൻ ശ്രമിച്ചത് എന്ന്. മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? അവിടെ കാണുന്ന ബഹുഭൂരിപക്ഷം ജനങ്ങളും ബീഹാറിലെ യുവജനതയാണ്, ജെൻ സി ആണ്. ചില കൊച്ചുകുട്ടികളെയും നമുക്ക് അവിടെ കാണാം. ഇന്ത്യയിലെ യുവജനതയ്ക്ക്, ജെൻ സിക്ക് വ്യക്തമായി മനസ്സിലായിരിക്കുന്നു മോദി എന്ന പൊയ്മുഖം എന്താണ് എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. സുഹൃത്തുക്കളെ, ഒന്ന് ആലോചിച്ച് നോക്കണം. മോദിയുടെ ഒരു റാലിയിൽ ഇങ്ങനെ പ്രതിഷേധിക്കുന്ന, സ്വന്തം വാക്കുകൾ പറയാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന്. വിവേകമുള്ള കുടുംബത്തിൽ പിറന്ന പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസിലെ ബഹുഭൂരിപക്ഷ നേതാക്കളും എപ്പോഴും ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ യാതൊരു മടിയും കാണിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതേ ദിവസം തന്നെ മോദിയുടെ റാലിയിൽ പ്രതിഷേധിച്ച ഒരു യുവാവിന് സംഭവിച്ചത് എന്താണ് എന്നുകൂടി കാണുമ്പോൾ നിങ്ങൾക്ക് അത് വ്യക്തമാവും. ആ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ വ്യക്തമായി കണ്ടുകൊള്ളൂ. അതുപോലെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, പ്രിയങ്ക ഗാന്ധിയുടെ ഈ പെരുമാറ്റത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ താഴെ രേഖപ്പെടുത്താൻ മറക്കല്ലേ.